എന്റെ ഓഡിയോ ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല? ഇല്ല, സൗണ്ട് കുറവാണ് സാർ. സൗണ്ട് കുറവ്. ചിലപ്പോ തുടങ്ങുമ്പോ ശരിയാവും സാർ. നോക്കാം. ചെറിയ വോളിയം കുറവുണ്ട്, കുഴപ്പമില്ല, ശരിയാവും. നമുക്ക് ആരംഭിക്കാം. പഞ്ചമസ്കന്ധം 6ാം അധ്യായമല്ലേ? അതെ, ഓഡിയോ ഇച്ചിരി വീക്കാ സാറേ. ആണോ? കേൾക്കുന്നില്ലേ ശരിക്കും? അത്ര ഇതായിട്ട് ഒന്നുകൂടെ ഒന്ന് ഊരിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുത്താം. അങ്ങോട്ട് വ്യക്തമായിട്ട് കേൾക്കാമോ സാറേ? ഇപ്പൊ ഒട്ടും കേൾക്കുന്നില്ല, കംപ്ലീറ്റ് പോയി. ഇപ്പൊ സാറ് മ്യൂട്ടായിരുന്നു, അതാ. അൺമ്യൂട്ട്. ഇപ്പൊ അൺമ്യൂട്ടാണോ സാറേ? സ്വല്പം മ്യൂട്ട്. ഇപ്പൊ കേൾക്കാം? ഇപ്പൊ ക്ലിയർ. നീ 6ാം അധ്യായമല്ലേ? അതെ. പഞ്ചമാറ്. നമോനം ഭഗവൻ ആത്മാരാമാണം യോഗ ഭവീരിതജ്ഞാനാവഭക്തിത കർമ്മബീജാനം ഐശ്വര്യാണി പുനഃക്ലേശതാനി ഭവിതുമർഹന്തി യദക്ഷയോപഗതാനി. ഭഗവൻ എന്നുള്ള സംബോധനയ്ക്കാണ് ഭഗവ എന്ന് വിളിച്ചു നിർത്തിയ മാത്രമേ ഉള്ളൂ. ഹേ ഭഗവൻ, ആത്മാരാമാണാം, ആത്മാരാമന്മാർക്ക്, അവരവരുടെ ആത്മാവിൽ തന്നെ രമിക്കുന്നവർക്ക്, യോഗ സമീരിത, യോഗം കൊണ്ട് ഉജ്ജ്വലിക്കപ്പെട്ട, സമീരിതം കത്തിക്കാളുക, യോഗ സമീരിത ജ്ഞാന അവഭർജിത, ജ്ഞാനം കൊണ്ട് ദഹിപ്പിക്കപ്പെട്ടത്, അവഭർജിതം ദഹിപ്പിക്കപ്പെട്ടത്, യോഗ സമീരിത ജ്ഞാന അവഭർജിത കർമ്മബീജാനാം, കർമ്മബീജങ്ങളുടെ ആത്മാരാമന്മാർ അവരവരുടെ യോഗചര്യ കൊണ്ട് കത്തിക്കാളി വരുന്ന ജ്ഞാനം ആകുന്ന അഗ്നി കൊണ്ട് കർമ്മബീജങ്ങളൊക്കെ ദഹിപ്പിച്ചു വരും.
കർമ്മത്തിന്റെ ബീജങ്ങളൊന്നും അവശേഷിച്ചില്ല. ജ്ഞാനം കൊണ്ട് കർമ്മത്തെ മാത്രമല്ല കർമ്മ ബീജത്തെ പോലും ദഹിപ്പിച്ചു കളയാൻ പറ്റും. അങ്ങനെ കളഞ്ഞിട്ട് ഐശ്വര്യാണ് പുനഃ ക്ലേശത. ഭൗതികമായ ഐശ്വര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ദുഃഖം ഉണ്ടാക്കുന്നതാണ് എന്ന് കണ്ടിട്ട് ഭവിതും അർഹതി, അതിനാണ് അയോഗ്യതയുള്ളതെന്ന് എതിർച്ചയാ ഉപഗതാനി. യാദൃച്ഛികമായി വന്നു ചേരുന്ന ഐശ്വര്യങ്ങൾ പോലും ക്ലേശതങ്ങളാണെന്ന് കണ്ടിട്ട് നൂനം ന അർഹന്തി, അവളൊന്നും യോഗ്യങ്ങളല്ല എന്നവര് തീരുമാനിച്ചത് കൊണ്ടാണ് ഐശ്വര്യങ്ങളുടെ പുറകെ പോകാൻ. ഇപ്പൊ രാജാവ് ചോദിച്ചത് ഋഷഭദേവന്റെ ദേഹവിയോഗത്തെ പറയാൻ പോവാണ്. യോഗ ഐശ്വര്യങ്ങൾ ഋഷഭദേവൻ ആനന്ദിക്കാതിരിക്കാൻ എന്താണ് കാരണം? ഇതായിരുന്നു ചോദ്യം. ഋഷഭദേവൻ അതാത് സന്ദർഭത്തിൽ വന്ന ഇഷ്ടം പോലെ കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു യോഗ ഐശ്വര്യങ്ങൾ ധാരാളം ഉണ്ട്, അദ്ദേഹം പരിഗണിച്ചില്ല. എന്തുകൊണ്ടാണ് അത് പരിഗണിക്കാത്തത്? യോഗസിദ്ധി നിമിത്തം ഉജ്ജ്വലമായ ജ്ഞാനശക്തി വളർന്നു വികസിച്ച് എല്ലാ കർമ്മബീജങ്ങളെയും വരട്ടി ദഹിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട്. അതുകൊണ്ട് ആത്മാരാമത്തിൽ ഉള്ളിൽ തന്നെയുള്ള പരമാത്മാവിൽ രമിച്ചിരിക്കുന്ന ആൾക്കാരെ വ്യാമോഹിപ്പിക്കാനോ വീണ്ടും വീണ്ടും ജന്മാന്തരങ്ങൾ ഉണ്ടാക്കാനോ മാത്രമേ യോഗ ഈശ്വര്യങ്ങൾക്ക് ശക്തിയുള്ളൂ. സ്വയമേവ വന്നു ചേരുന്ന സിദ്ധികളെ പോലും ആദരിക്കാത്തതിന് മതിയായ കാരണം എന്താണെന്ന് ഒന്ന് പറയാൻ കാരുണ്യം ഉണ്ടാകണം എന്ന് ചോദിക്കാം. രാജാവിന്റെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ യോഗ ഐശ്വര്യങ്ങളൊന്നും അദ്ദേഹം സ്വീകരിക്കാത്തതാണെങ്കിൽ എന്തിന് ഈ യോഗചര്യയുടെ ഭാഗമായി ഈ ഐശ്വര്യങ്ങൾ നിക്ഷേപിച്ചോടെ? അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലേ. ഈ ഓരോ യോഗ അനുഭവ സ്ഥാനങ്ങളിലും ഈ അഷ്ടൈശ്വര്യാദികളായി സിദ്ധികളുടെ പുറകെ പോകരുത് എന്നാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിക്ഷേപിച്ചു? എന്നാ പിന്നെ ആദ്യം അത് ഇല്ലാതാക്കിയാ പോരാ. മഹായോഗികൾക്ക് ഇങ്ങനെ അവസരം ഉണ്ടാക്കി കൊടുക്കാതിരുന്നാ പോരെ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ അതിന്റെ ഉദ്ദേശ്യം അതിനെയും കൂടി അതിജീവിച്ച് മുകളിലേക്ക് പോകാൻ എന്നുദ്ദേശിച്ചിട്ടാണോ? അതോ അതുകൊണ്ട് ഈ ഐഹിക ലോക ജീവിതത്തിലേക്ക് ഇവർ വ്യാപരിക്കണം എന്നാണോ? എന്തുദ്ദേശമായിരുന്നു ഇതിന് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്? ന്യായമായ ഒരു ചോദ്യമാണ്. ആരും വേണ്ടെന്ന് വയ്ക്കാറില്ല, മിക്കവാറും പേരൊക്കെ അതിന്റെ പുറകെ പോവും. പക്ഷെ അപൂർവം ചില പരമയോഗ ഹംസന്മാരൊന്നും അതിന്റെ പുറകെ പോവില്ല, അവർക്ക് സ്വീകരിക്കത്തില്ല. അതിന് പുറകെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് സ്വീകരിച്ചുകൂടായിരുന്നോ എന്നാണ് രാജാവിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇനി പറയാൻ പോവാണ്. നൂനം ഭഗവൻ ആത്മാരാമാണം യോഗസമീരിത ജ്ഞാനാവഭർജിത കർമ്മബീജാന ഐശ്വര്യാനി പുനഃക്ലേശതാനി ഭവിതുമർഹന്തി എതിർച്ഛയോ ഉപഗതാനി. നൂനം ഭഗവൻ ആത്മാരാമാണം യോഗഭീരിത ജ്ഞാനാവഭർജിത കർമ്മബീജാനാം ഐശ്വര്യാനി പുനഃക്ലേശതാനി ഭവിതുമർഹന്തി എതിർച്ഛയോ ഉപഗതാനി. മറുപടിയായിട്ട് ഋഷി പറയുകയാണ്, സത്യമുക്തം കിന്ദുഹവാം ഏകേന മനസോത്ഥ വിശ്രംഭമനവസ്ഥാനസ്യ ഷഠകിരാതൈവ സംഗച്ഛതേ. സത്യം പറയപ്പെട്ട സത്യം തന്നെയാണ്. ഹിന്ദു എന്നാൽ ഇഹ ഇവിടെ വാ ആകട്ടെ ഏകേ ന മനസ്സു അർത്ഥ. ഏകേ എന്ന് വെച്ചാൽ പ്രധാനികളായ ചിലർ. വിശ്രംഭം അനവസ്ഥാനഭ്യ. അനവസ്ഥാനം എന്ന് വെച്ചാൽ ഉറപ്പില്ലാത്ത. അവസ്ഥാനം ഉറപ്പുള്ളത്, അനവസ്ഥാനം ഉറപ്പില്ലാത്ത, ചാഞ്ചല്യമുള്ള.
അനവസ്ഥാനഫ്യ മനഫോ, ഉറപ്പില്ലാത്ത മനസ്സിന്റെ, ചഞ്ചലമായ മനസ്സിന്റെ വിശ്രംഭം വിശ്വാസത്തെ. ചഞ്ചലമായ മനസ്സിനെ അത്രയ്ക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ചിലർക്ക് ചിലർക്ക് പറ്റില്ല. ഇന്നൊരു വിതർഹി ലോക അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ചിലർക്ക് എത്ര വലിയ യോഗസിദ്ധികളിൽ എത്തിയാലും മനസ്സിനെ ഒന്ന് അടക്കി നിർത്താൻ, അതിന്റെ ആ ചാഞ്ചിന്റെ ഭാഗത്തെ മാറ്റി നിർത്താൻ സാധിച്ചു എന്ന് വരില്ല. അത് ഏതുപോലെയാണ് ഷഠകിരാതീവ സംഗച്ഛന്തെ. ഷഠകിരാതനെ പോലെ സംഗച്ഛന്തെ പ്രാപിക്കുകയില്ല എന്നത്. ഷഠനായ കിരാതന്മാരെ പോലെ, വഞ്ചകനായ കിരാതന്മാരെ പോലെ. ഒറ്റ ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാൻ ശ്രമിക്കുക. വഞ്ചകനായ കിരാതൻ പിടിച്ച മൃഗങ്ങൾ ഇയാളെ വിശ്വസിക്കില്ലല്ലോ. വഞ്ചകനാണ് കിരാതൻ എന്നറിയാം, തന്നെ പിടിച്ച് കൊല്ലാനാണെന്ന് തന്നെ ഉറപ്പാ, വിശ്വസിക്കില്ല. യോഗൈശ്വര്യങ്ങളെ ആദരിച്ചു തുടങ്ങുമ്പോൾ മനസ്സ് വീണ്ടും ആവകഭൂതങ്ങളിലേക്ക് ആസക്തമായി കൂടായികയില്ല. വേണമെങ്കിൽ അതിലേക്ക് കടന്നു പോകാം. അങ്ങനെ വന്നു ചേരേണ്ടിയുള്ള ദോഷങ്ങൾ പരിഹരിക്കാൻ മിക്കവാറും യോഗികൾ യോഗസിദ്ധികളെ ആദരിക്കാറില്ല. അതിനെ പറഞ്ഞു കൊടുക്കും. കാരണം അവർക്ക് ലക്ഷ്യം ഇതിന് പുറകെ പോകല്ല. നിരതിശയമായ ആനന്ദ അനുഭവമാണ് അവരുടെ ലക്ഷ്യം. ഈ യോഗസിദ്ധികളിൽ കൂടി കിട്ടുന്ന അഷ്ടൈശ്വര്യങ്ങളല്ല. അതുകൊണ്ട് ഈ സിദ്ധികളൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് ലക്ഷ്യം ഇതുമല്ല. ഒരു വിനോദത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. പക്ഷെ അതൊക്കെ അനർത്ഥത്തിൽ പര്യവസാനിച്ചു കൂടായികയില്ല. അതുകൊണ്ടാണ് ഇതിനെ ആദരിക്കാത്ത കാര്യം. ഈ മനസ്സിനെ വഞ്ചകനായ കിരാതനെ പോലെയാണ്. വിഷയങ്ങളാൽ പിടിക്കപ്പെട്ടാൽ പിന്നെ അത് എന്താ ചെയ്യാമോന്ന് അറിയില്ലല്ലോ. ഈ കിരാതൻ അങ്ങനെയല്ലേ, പക്ഷികളെ പിടിച്ച അയാൾ കൊല്ലില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അയാൾ വിട്ടേക്കാം, ചിലപ്പോൾ കൊന്നേക്കാം. മനസ്സിന്റെ ചാഞ്ചല്യതയെ ഉദാഹരിക്കാൻ കണ്ടുപിടിച്ചൊരു ഉദാഹരണം ഷഠകിരാതൻ. അതേപോലെ ആയതുകൊണ്ട് പിന്തിരിയാൻ പറ്റുമോ എന്നൊരാശങ്കയുണ്ട്. കാരണം ബാക്കി എന്തിനെ നമുക്ക് വിശ്വസിക്കാം, മനസ്സിനെ മാത്രം വിശ്വസിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ എപ്പോഴും അതുപോലെ നമ്മൾ പിടിക്കുന്നത് നിൽക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഏത് നിമിഷമാണ് അത് നമ്മളെ കൺട്രോളിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. യോഗികൾക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ ആദരിക്കാൻ പുറപ്പെട്ട ചിലപ്പോൾ അതിനെ പുറകെ പോയിന്ന് വരാം, പോവണ്ട എന്നൊക്കെ വിചാരിച്ചാലും അതിന്റെ പുറകെ അപ്പം ലക്ഷ്യത്തിലെത്തില്ല. അതിന്റെ പുറകെ പോയാൽ ജന്മജന്മാന്തരങ്ങൾ ഈ ഐശ്വര്യങ്ങളും സുഖാനുഭൂതികളും അനുഭവിച്ച് ഇവിടെ തന്നെ കറങ്ങിത്തിരിഞ്ഞ് പിന്നൊരവസരത്തിൽ മുകളിലേക്ക് പോകാൻ പറ്റും. അതേസമയത്ത് ഈ യോഗസിദ്ധികളെയൊക്കെ നിഷ്കരണം ഉപേക്ഷിച്ചു പോയാൽ എത്രയും വേഗം ബ്രഹ്മാനന്ദം ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ഉപേക്ഷിച്ചു പോകാൻ കാരണം എന്ന് വ്യക്തമായി അവതരിപ്പിച്ചു. സത്യമുക്തം കിന്തു ഭവായേകേന മനസോ അർത്ഥാവിശ്രംഭം അനവസ്ഥാനസ്യ ഷഠകിരാതൈവ സംഗച്ഛന്തേ. സത്യമുക്തം കിന്തു ഇഹ വാ ഏകേ ന മനസോ അർത്ഥാ വിശ്രംഭമനവസ്ഥാനസ്യ ഷഠകിരാതൈവ സംഗച്ഛന്തേ. തഥാ ചോക്തം ന കുര്യാത് കർഹിചിത് സഖ്യം മനസി ചനവസ്ഥിതേ യദ്വിശ്രംഭാത് ചിരാത് ചീർണം ചസ്കന്തതവ ഐശ്വരം ന കുര്യാത് കർഹിചിത് സഖ്യം. ആരോടും ഭക്ഷ്യത്തിന് പുറപ്പെടരുത്. ന കുര്യാത് കർഹിചിത് സഖ്യം മനസി ഹി അനവസ്ഥിതി. മനസ്സ് ചഞ്ചലമായിരിക്കുമ്പോൾ ആരോടും സഖ്യത്തിന് പുറപ്പെടും. ഇതൊരു ഉപദേശമാണ്. മനസ്സിന് നല്ല ദൃഢതയും ഉറപ്പും ഉണ്ടെങ്കിൽ മാത്രമേ സഖ്യതയാകാം. അല്ലെങ്കിൽ ആ സഖാവിന്റെ ഇച്ഛയ്ക്ക് വഴങ്ങി അവന്റെ കൂടെ അവനെ വരും.
അറിയാൻ പോന്നാ അങ്ങനെ പോകേണ്ടിയിട്ടില്ല, അത് ഇഷ്ടമല്ലാതാനും പക്ഷെ പോകേണ്ടി വരും. അപ്പോൾ മനസ്സ് ബലമാണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ സൗഹൃദത്തിനും സഖ്യതയ്ക്കും പുറപ്പെടാവൂ. അല്ലെങ്കിൽ കാറ്റ് വസ്തുക്കളെ ഒരു വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഈ സൗഹൃദം ചഞ്ചലമായ മനസ്സിനെ മുതലെടുത്തിട്ട് അതുകൊണ്ട് പല കാര്യങ്ങളും സാധിക്കാൻ നമ്മളെ കൊണ്ട് അറിയില്ല. സഖ്യം മനസ്സിഹി അനവസ്ഥിത ഒരു വലിയ ഉപദേശമാണ്. മനസ്സ് അനവസ്ഥിതമായിരിക്കുമ്പോൾ ഒരു വിധത്തിലും ഒരിക്കലും ആരോടും സഖ്യത്തിന് പുറപ്പെടരുത്. വിശ്രംഭാത് അതിലുള്ള വിശ്വാസം കൊണ്ട് ചിരാത് ചിർണം വളരെ കാലം സമ്പാദിച്ചു വെച്ച ഐശ്വര്യം തവ ഈ ഐശ്വര്യമായ തപസ് ചസ്കന്ത ശ്രവിച്ചോ ഒഴുകിപ്പോ. ഇതൊരു വലിയ ഗുരുപദേശം. ആരുടെ മനസ്സും ചന്ദ്ര സ്വഭാവമാണ്, എത്ര ഋഷിയാണെങ്കിൽ തന്നെ ഉണ്ടാകാം. അതുകൊണ്ട് ചഞ്ചലമായിരിക്കുന്ന സന്ദർഭത്തിൽ ആരോടും ഇഷ്ടം കൂടുകയോ കാണിക്കുകയോ സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ എന്താണ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വിശ്വാസം കൊണ്ട് ആ പരമേശ്വരൻ ബഹുകാലം സമ്പാദിച്ച തപസ്സിന് നാശം സംഭവിച്ചില്ലേ. മോഹിനിയുടെ രൂപദർശനം കൊണ്ട് പരമേശ്വരന്റെ ചിത്തം പോലും ഇതേതു ചഞ്ചലതയായില്ലേ. അപ്പൊ അത്ര വലിയ യോഗസിദ്ധിയുള്ള പരമേശ്വരന് പോലും ഇത് സംഭവിക്കാമെങ്കിൽ ഇതൊന്നുമില്ലാത്ത നമ്മുടെ കാര്യം പറയാനില്ല. നമ്മുടെ മനസ്സിന് ഉറപ്പുണ്ട് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഏത് നിമിഷമാണ് ഈ മനസ്സ് ചഞ്ചലമാവുന്നതും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സ് ചഞ്ചലമായിരിക്കുമ്പോൾ സൗഹൃദത്തിന് വഴിപ്പെട്ട് അപകടത്തിലേക്ക് പോകരുത് എന്നൊരു ഉപദേശം കൂടി ഇവിടെ നമുക്ക് തരിക. അതാണ് തഥാചോക്തം. ഇതൊരു ഉപദേശമാണ്. സഖ്യം മനസ്സിഹ്യനവക്തിരേ യദ്വിശ്രംഭാത് ചിരാചീർണം ചസ്കന്ദതപ ഐശ്വരം നകുര്യാത്കർഹിചിത് സഖ്യം മനസ്സിഹ്യനവക്തിരേ യദ്വിശ്രംഭാത് ചിരാചീർണം ചസ്കന്ദതപ ഐശ്വരം നിത്യം ദദാതി കാമശ്ചിദ്രം തമനുവേരയ യോഗിന കൃതമൈത്രസ്യാം അത്യുത്യേവ പുംഷ്ടരീം. നിത്യം ദദാതി, നിത്യം ദദാതി എന്നും കൊടുത്തുകൊണ്ടേയിരിക്കും. നിത്യം എന്നും ദദാതി കൊടുക്കുന്നു. കാമഭ്യ കാമത്തിന്റെ ഛിദ്രം പഴുത്. ഛിദ്രം അതിന്റെ പഴുതുകള് കാമത്തിന് അനുസരിച്ചുള്ള അരേഹ തം അനു ഛിദ്രം അരികൾ ശത്രുക്കൾ. ഛിദ്രം തം അനു ഏ അരേഹ യാതൊരു അരികളാണോ ശത്രുക്കൾ എപ്പോഴാണോ മനസ്സ് കാമത്തിന് അടിമപ്പെടുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ശത്രുക്കൾ അവയുടെ പുറകെ ഓടിയെത്തും. കാമസ്യ ഛിദ്രം തമനുയെ അരേഹ യോഗിനഃ കൃതമൈത്രസ്യ മൈത്രി ഉണ്ടാക്കിയിരിക്കുന്ന യോഗികൾ പോലും പത്യുഹു ജായേവ പുഷ്ടലി വ്യഭിചാരിണിയായ ഭാര്യ ഭർത്താവിന്റെ നേർക്ക് എന്ന പോലെ ഛിദ്രം ചെറിയ ദ്വാരങ്ങളെ ദദാതി കൊടുക്കുന്നു. മനസ്സ് മിത്രഭാവത്തെ അംഗീകരിച്ചിരിക്കുന്ന ഒരു യോഗി അയാൾ സ്വന്തം മനസ്സിന്റെ ഉടമസ്ഥനാണ്. പക്ഷെ അയാൾക്ക് മൈത്രി സൗഹൃദം എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അങ്ങനെ സൗഹൃദത്തെ അംഗീകരിക്കുന്ന ഒരു യോഗിയുടെ മനസ്സ് പോലും കാമത്തിന്. കാരണം എന്താണ്? ഈ സുഹൃത്ത്
നിശ്ചയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാമത്തിന് അടിമപ്പെട്ടിട്ട് ആ കാമത്തിന്റെ പുറകെ വരുന്ന ക്രോധാദികളായ വൃത്തികൾക്കും അടിമയായിട്ട് കാമം കൊണ്ട് തീരില്ല. കാമം ബാധിക്കാതെ വന്നാൽ അപ്പൊ കോപം ഉണ്ടാകും. കുതശ്ചിത് പ്രതിഹത കാമാ ക്രോധോപിയായത്. ഏതെങ്കിലും തരത്തിൽ കാമത്തിന് പ്രതിഹതി ഉണ്ടായാൽ, തടസ്സം ഉണ്ടായാൽ അപ്പ ചാടി വീഴുന്നതിന്റെ പേരാണ് കോപം. അപ്പം ക്രോധം ആദികളായ അനേക വൃത്തികൾ ഇതിന് കൂടെ വരും. ഏതെങ്കിലും ഒരു മൈത്രിയിൽ അകപ്പെട്ടാൽ ആ മൈത്രിയിൽ നിന്ന് കിട്ടുന്ന കാമത്തിന് വശംവദനായാൽ ആ കാമത്തിന്റെ പുറകെ വരുന്ന ക്രോധാദികൾക്ക് വശമില്ല. ഇന്നിപ്പോ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ ഇത് തന്നെയാണ്. എത്ര ചെറുപ്പക്കാർ, എത്ര പ്രായമായവർ, ചഞ്ചലമായ മനസ്സിന് ഉടമസ്ഥരായവർ അത് ഏതെങ്കിലും സൗഹൃദത്തിന് പങ്കുവെച്ച് അവിടേക്ക് പോകുന്നു. അതൊരു കാമാനുഭവത്തിന് വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. നല്ല സന്തോഷമാണെന്ന് കരുതി പോകും. നിമിഷങ്ങൾക്കകം ആ കാമം വൈദ്യയായിട്ട് പരിണമിക്കും, ഒരു ക്രോധമായി തീരും. അതുകൊണ്ട് ആവക വൃത്തികൾ ഒരു യോഗിയെ ഇതുവരെ ചെയ്ത യോഗത്തിൽ നിന്നും അധപ്പതിക്കും. ഇത്രയും നാളെ സമ്പാദിച്ചു വെച്ച യോഗ ചെയ്ത മുഴുവനും ഇതുകൊണ്ടില്ലാണ്ടാകും. എങ്ങനെയാന്ന് വെച്ചാൽ മറ്റൊരു പുരുഷനോ പരപുരുഷന്മാരോട് സംസർഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ള ഭാര്യയെ വിശ്വസിച്ചുപോയ ഭർത്താവിനെ നശിപ്പിക്കാനുള്ള തക്കവും തരവും നോക്കി അവൾ ജാരന്മാരുടെ ഉപദേശവും തന്റെ ഭർത്താവിനെ കൊന്നേക്കാൻ. എന്നൊക്കെ ഇവിടെ നടക്കുന്ന കാര്യം എത്ര കാലം വ്യാഖ്യാനം ജീവിച്ചതാ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാമുകനുണ്ട്. ആ കാമുകനുമായി കൂട്ടുപിടിച്ച് അയാൾക്ക് വേണ്ട കാമാവസ്ഥകളൊക്കെ കൊടുത്തിട്ട് അയാളെ കൊണ്ട് തന്റെ യഥാർത്ഥ ഭർത്താവിനെ കൊല്ലിക്കാൻ പുറപ്പെടുന്നത് പോലെ ഈ സൗഹൃദത്തിന് മൈത്രിക്ക് അടിമപ്പെട്ടാൽ, അതിൽ നിന്ന് കിട്ടുന്ന കാമ അനുഭവത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അത് കോപമായി പരിണമിച്ച് തന്നെയും തൻ്റെ ആൾക്കാരെയും നശിപ്പിക്കാൻ കാരണമാകും എന്ന് മാത്രമല്ല ഇത്രകാലം നേടിയെടുത്ത എല്ലാ തപശക്തികളും ഇല്ലാണ്ടാകും. അതുകൊണ്ടാണ് മഹായോഗികളൊന്നും ഈ ഐശ്വര്യങ്ങളുടെ പുറകെ, യോഗൈശ്വര്യങ്ങളുടെ പുറകെ പാഞ്ഞു പോകാത്തതുണ്ട്. എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ചോദിച്ചു. അത്ര സൂക്ഷ്മതരമാണ് മനസ്സിന്റെ അവസ്ഥ. അത് എപ്പോഴാണ് പിടിവിട്ടു പോകുന്നത് അറിയില്ല. പോയാൽ പിന്നെ വരുന്നുണ്ട്. അതിനെ അടിമപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇന്ന് ലോകത്ത് കിട്ടുന്ന സൗഹൃദം, അല്ലെങ്കിൽ മൈത്രി. അതിന്റെ പുറകെ പോയാൽ ചഞ്ചല ചിത്തന്മാർ അതിന്റെ പുറകെ പോയാൽ കാമത്തെ അടിമപ്പെട്ട് ക്രോധമുണ്ടായിട്ട് നാശത്തിലേക്ക് പോകും. ജന്മ പരമ്പരകൾ വീണ്ടും വേണ്ടി വരും എന്നിങ്ങനെ ഒന്ന് ഓർപ്പിച്ച് ലോകത്ത് കാണുന്ന ഒരു ഉദാഹരണവുമായി അതിനെ തട്ടിച്ചു ബോധിപ്പിക്കുകയാണ്. നിത്യം ദദാരികാമഛിദ്രം തമനുവേരയ യോഗിന കൃതമൈത്രഫ്യാപത്തുർജയേവമുശ്ചലീ. നിത്യം ദദാരികാമഛിദ്രം തമനുവേരയ യോഗിന കൃതമൈത്രഫ്യാപത്തുർജയേവമുശ്ചലീ. കാമോ മന്യുർ അതോ ലോഭശോകമോഹ അയാദയാം കർമ്മബന്ധച്ചയന്മൂലസ്ഥിതിയാ. ഇനിയും കാമത്തെ മാത്രമല്ല, അവരുടെ കൂട്ടുകാർ കുറെ പേരുണ്ട്. അവരൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാമ മാത്രമല്ല, എല്ലാവരും കാമത്തെന്ന് പറയാ പോണമെന്നില്ല. പിന്നെന്താണ്? കാമോ മന്യോ വിഷയങ്ങളെ സ്വയമേവ അനുഭവിക്കാനുള്ള ആഗ്രഹത്തെയാണ് കാമം എന്ന് പറയുന്നത്. സ്ത്രീ വിഷയം എന്ന് മാത്രമില്ല, ഭൗതികമായ ഏത് വിഷയത്തെയും അനുഭവിക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തിന്റെ പേരാണ് കാമം എന്ന്. കാമോ അടുത്ത എന്താണ്? മഞ്ഞു, എന്താണ്? ക്രോധം. അതിന് തടസ്സമുണ്ടായാൽ അപ്പ വരുന്നതിന്റെ പേരാണ് കോപം. കോപം വരണമെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് തടസ്സം ഉണ്ടാകും, അല്ല കോപം വരില്ല.
അത്ര മനഃശാസ്ത്രപരമായി വിരുദ്ധമായി വ്യാസൻ കണ്ടെത്തിയതാണ്. ഏത് കോപത്തിന്റെയും പിമ്പിൽ കാരണം ചികഞ്ഞന്വേഷിച്ചപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു കാമനയുണ്ടാകും. നിസ്സാരമായിരിക്കും, നമ്മൾ അറിയത്തു പോലുമില്ല. അങ്ങനെയുള്ള കാമനയിൽ നിന്ന് മാത്രമേ, അതുകൊണ്ടാണ് ഗീത കാമാത് സഞ്ജായതേ ക്രോധം എന്ന് ഒരു ചങ്ങല അവതരിപ്പിച്ച കൊണ്ട് തന്നെയാണ്. അപ്പം കാമത്തിൽ നിന്നാണ് മഞ്ഞു ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കോപം ഉണ്ടാകുന്നത്. ഈ അതിൽ നിന്നും എന്തുണ്ടാകും? മതം ഉണ്ടാകും. എന്താണ് മതം? ഓരോ ഭോഗ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ അഹങ്കരിക്കലാണ്. ഭൗതികമായ ഏതെങ്കിലും സുഖഭോഗങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ അഹങ്കൃതനാണ്. അതിന്റെ പേരാണ് മതം എന്ന്. പിന്നെ എന്താണ്? ലോഭമാണ്. ഉള്ളത് കൊണ്ട് തികയാതെ വരിക. വിഷയസുഖങ്ങൾ ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ എന്ന് അതുകൊണ്ട് തൃപ്തിയാകാതെ വരുമ്പോൾ ഇനിയും കൂടുതൽ സമ്പാദിക്കണം എന്നുള്ള അത്യാഗ്രഹത്തിന്റെ പേരാണ് ലോഭം എന്ന്. പിന്നുള്ളത് ശോകമാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐശ്വര്യ സമ്പത്തുകളായ ഭോഗങ്ങൾ നഷ്ടപ്പെട്ടാൽ അപ്പോൾ ഉണ്ടാകുന്ന പേരാണ് ശോകം. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഇല്ലാതെ പോയാൽ അപ്പൊ ദുഃഖം ഉണ്ടാകും. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആത്മവിസ്മൃതി ഉണ്ടാകും. അതാണ് മോഹം. അതുകൊണ്ട് ഭയം ഉണ്ടാകും. ആദികൾ ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇത്ര എടുത്തു പറഞ്ഞു. വിഷയസുഖങ്ങളെ ഇനിയും വിട്ടുപോകേണ്ടി വരുമോ എന്നൊരു പേടി, എനിക്കിത് കിട്ടാതെ പോകുമോ എന്നുള്ള ഭയം. ആദിയായവകൾ കാമം, മഞ്ഞു, മതം, ലോഭം, ശോകം, മോഹം ആദിയായവ കർമ്മബന്ധിച്ച. അത് കർമ്മബന്ധത്തിന് കാരണമാണ്. അത് ഓരോന്നും ഓരോ കർമ്മങ്ങളോടും നമ്മളെ ബന്ധിപ്പിക്കത്തുള്ളൂ. മൂല, അതിൻ്റെ മൂലത്തോടു കൂടിയതോ ആയ അതിനെ കോ നോ തത് ബുധ. ഏതൊരു ബുധനാണ് അത് സ്വീകരിക്കാൻ? ഒരു ബുധന്മാരും അത് സ്വീകരിച്ചില്ല. കോന്ന് സ്വീകുര്യാത്, കോ ബുധ നോ സ്വീകുര്യാത്. ഏതൊരു ബുധനാണ് അത് സ്വീകരിക്കുന്നത്? അതുകൊണ്ട് പുണ്യപാപ രൂപമാണ് കർമ്മബന്ധം. കർമ്മം ബന്ധനമായാൽ ഒന്നുകിൽ പുണ്യം അല്ലെങ്കിൽ പാപം. സൽക്കർമ്മമാണെങ്കിൽ പുണ്യം, ദുഷ്കർമ്മമാണെങ്കിൽ പാപം. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവത്തിന് കർമ്മം നമ്മെ നിയോഗിക്കും. ഇത്രയ്ക്ക് അനർത്ഥം വരുത്താൻ ഈ മനസ്സിന് കഴിയും എന്നറിഞ്ഞിട്ട് ആരെങ്കിലും ഈ മനസ്സിന്റെ പുറകെ ഓടിപ്പോകുമെന്ന്. മനസ്സ് എന്താണ് സ്വാധീനമായില്ലെങ്കിൽ വരാൻ പോകുന്ന ദോഷങ്ങളാണ് ഈ പറഞ്ഞ മുഴുവൻ. അപ്പൊ ഇങ്ങനെ ഇത്രയും ഒക്കെ സംഗതി മനസ്സിനെ കുറിച്ച് അറിയുന്ന ഒരാള് ഒരിക്കലും അവന്റെ മനസ്സ് സ്വാധീനമാണ് എന്ന് വിചാരിക്കില്ല. കൂടിച്ചേർന്ന് ചതിക്കുന്ന സ്വഭാവം മനസ്സിനെ കൊള്ളും. ഇങ്ങനെ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റുമോ? മോഡേൺ ശാസ്ത്രജ്ഞന്മാർ മനസ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് വിശകലനമായിട്ട് പഠിച്ചു തരുമ്പോൾ ഇതാ അതിന്റെ ആന്തരിക ഭാവം, അതെങ്ങനെ നമ്മെ ബാധിക്കുന്നു എന്ന് വിസ്തരിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് മനഃശാസ്ത്രം. അതിന്റെ പേരാണ് മനഃശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ചതിക്കുന്ന സ്വഭാവം മനസ്സിന്റെ കൂടി എപ്പോഴും ഉള്ളതാണ് എന്നുള്ളത് കൊണ്ട് വിവേകമുള്ളവൻ മനസ്സിനെ വിശ്വസിക്കില്ല. ദൃഢമാക്കി ബുധ സ്വീകുര്യാത്. ഏതൊരു ബുധനാണ് അതിനെ സ്വീകരിക്കുക? ആരും അതിനെ സ്വീകരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സിനെ വിഷയങ്ങളുടെ പുറകെ പറഞ്ഞയച്ചാൽ അത് കുണ്ടിലും കുഴിയിലും വീണ് അപകടത്തിലാക്കപ്പെടുന്ന ഉറപ്പുള്ളത് കൊണ്ട് എന്റെ മനസ്സിനെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റും. വേറെ വല്ലതും എന്നെ വിശ്വസിക്കാം. എന്റെ മനസ്സ് എപ്പോഴും ഇങ്ങോട്ട് തിരിയുന്നതെന്ന് ആർക്കറിയാൻ പറ്റും? എത്ര സൂക്ഷ്മമായിട്ടാ മനസ്സിന്റെ ഗതിവിഗതികളെ. അതെ അതെ അതെ, ഈ അത്ഭുതം തോന്നും. വേദവ്യാസൻ
മനസ്സിലാക്കി. അതും രാജാവിന് എത്ര ലൗകികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് അത് ഇഷ്ടം പോലെ ഓരോന്നും ഓരോ ഉദാഹരണം കാണിച്ചു കൊടുത്തിട്ടാണ്. കാണിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയവരാണ് നമ്മൾ. എന്നിട്ടാണ് ഇന്ന് നമ്മൾ പാശ്ചാത്യ മനഃശാസ്ത്രം കൊണ്ട് മാത്രം തൃപ്തരാകുക. അത്രേ ഉള്ളൂ. അതെ അതെ അതെ. അവര് മൈൻഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് മാത്രം പഠിച്ചു പോവുകയുള്ളൂ. ബാക്കി അവർക്ക് അറിയില്ല. അവർക്ക് ഇതിന്റെ ഒരു അംശം മാത്രമേ അവർക്കൊക്കെ മനസ്സിലായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് ഈ 2-3 സന്ദർഭങ്ങളായിട്ട് മനസ്സിനെ വിശ്വസിക്കരുത്. ഭാഗവതത്തിൽ പോലും ഇത്രയും വിസ്തരിച്ച് ഇതിനെ കുറിച്ച് പറയുന്നു. അതെ. ഭാഗവതമാണ് ആ കാര്യം പറയുന്നതിന് നമുക്ക് അത്ഭുതം വരിക. ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഭാഗവതം ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് എത്ര അടുത്താ ഇങ്ങനെ അയ്യോ സമർത്ഥിച്ച് കാണിച്ചു ഉദാഹരണത്തോട് കൂടി തന്നെ. അതുകൊണ്ട് ഈ പറഞ്ഞത് ശരിയുമാണ്. നമ്മുടെ മനസ്സ് എപ്പോഴാ മാറിപ്പോകുന്ന ആർക്കറിയാം. അതെ അതെ അല്ല, ഈ 4 ശ്ലോകങ്ങളാണ് ഇപ്പോഴത്തെ ജനറേഷന് പറഞ്ഞു കൊടുക്കേണ്ടത്. അതെ. ഇപ്പോഴത്തെ ജനറേഷന് ഇത് ഈ സൗഹൃദം ഈ അറിയാതെ ഉണ്ടാക്കിയെടുത്ത് മനസ്സിനെ മറ്റുള്ള അങ്ങനെ ദൃഢമാകുന്ന മനസ്സിലെ എന്ത് ചെയ്താവും സൗഹൃദങ്ങളും ഇതും സങ്കല്പവും സ്വീകരിച്ചു കൊണ്ടുപോകാവും. അല്ലെങ്കിൽ അങ്ങനെയാണ് ദുഷിച്ചു പോകുന്നതിന് മുഴുവൻ കാരണം ഇതാണ്. ഏത് സമയത്തും ആർക്കും കൈവിട്ടു പോകാം. കാരണം മഹാമുനിമാർക്ക് പോലും അതല്ലേ പറഞ്ഞേ, പരമേശ്വരന്റെ അതുകൊണ്ട് ഉദാഹരിച്ച് പറഞ്ഞതാണ്. അങ്ങനെ പറ്റും. അതുകൊണ്ട് മനസ്സ് ദൃഢമാണെന്ന് കണ്ടെങ്കിൽ മാത്രമേ ആരോടും സൗഹൃദത്തിന് കൂടുതൽ പുറപ്പെടാവൂ. അല്ലെങ്കിൽ അവരെ ഈ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാമത്തെ വർദ്ധിപ്പിച്ചു വളർത്തി അതിൽ നിന്ന് കോപമുണ്ടാക്കി തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇന്ന് കുട്ടികൾ യുവാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസുഖത്തിന് വേണ്ടി ആരുടെയെങ്കിലും പറയുക പാഞ്ഞു നടക്കും. അത് അവസാനം ഒരു വലിയ ക്രോധത്തിലായി സർവനാശത്തിന് കാരണമായി. ഇത് ഇങ്ങനെ വരാവുന്ന വ്യാസൻ അന്ന് കണ്ടു എഴുതി വെച്ചല്ലേ. ആര് ഭാഗവതം പഠിക്കുന്നു? ഈ 3 ശ്ലോകം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കാനുണ്ടാകും. 100 പേര് 2 പേരെങ്കിലും ചിന്തിച്ചാൽ ഇതൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇല്ലില്ല. കഥാപാത്രം പറഞ്ഞു. സത്യമായിട്ട് ഈ ഒരു വേർഡ് മാത്രം, മനസ്സ് ദൃഢമായിരിക്കണം എന്നാണ് ഞാൻ കൊച്ചുമക്കളോട് എപ്പോഴും പറയാറുള്ളത്. ഓർമ്മ വന്നത് അതൊന്നും ഉറപ്പിക്കാൻ എവിടെ പോയാലും മനസ്സ് ദൃഢമായിരിക്കണം എന്നുള്ളത്. പക്ഷം മനസ്സിക്കാൻ അവസ്ഥിതേ അടിവരയിട്ട് നോക്കുക, കാണാൻ പഠിച്ചോട്ടേണ്ട ഒരു വരിയാണ്. അതുകൊണ്ട് ഉണ്ടാകാവുന്ന കാമം, മഞ്ഞു, മതം, ലോകം, ശോകം, മോഹാദികൾ അതൊക്കെ കർമ്മബന്ധത്തിന് കാരണമായി തീരും എന്നുള്ളത് ഏത് ബുദ്ധി സ്വീകരിക്കും? അറിവുള്ളവരാരും അതിന് പറയാൻ പോവില്ല. ഇതുകൊണ്ടാണ് ഋഷഭദേവൻ ഈ ഐശ്വര്യം എന്ന് പറയുന്നത്. എന്നിട്ട് സന്ദർഭത്തിനനുസരിച്ചാണ് ഇതിനെക്കുറിച്ച് പറയുക. ചുമ്മാ വിളിച്ച് പറയാം. കാമോ മഞ്ഞുർമദോ ലോഭശോകം മോഹഭയാദയാം കർമ്മബന്ധന്മൂലീകുര്യാൽപൂർണുതദ്ബുധാം. കാമോ മഞ്ഞുർമദോ ലോഭശോകമോഹഭയാദയാം കർമ്മബന്ധന്മൂലീകുര്യാൽപൂർണുതദ്ബുധാം. അഥൈവമഖില ലോകപാലലരാമോപി വിലക്ഷണിർ ജഡവദവധൂതവേഷഭാഷാ ഭാഷാചരിതൈ അവിലക്ഷിത ഭഗവത് പ്രഭാവോ യോഗിനാം പാമ്പരായ വിധിം അനുശിക്ഷയന് സ്വകലേബരം ഇഹാസുരാത്മന്യാത്മാനം ആത്മാനം അസംവ്യവഹിതം അനർത്ഥന്തരഭാവേന അന്വീക്ഷമാണ ഉപരത അനുവൃത്തി ഉപരരാമ. അഥ അനന്തരം ഏവം ഇങ്ങനെ അഖില ലോകപാല ലലാമോ അപി എല്ലാ ലോകപാലന്മാരുടെയും ഭൂഷണമായിരിക്കുന്നു എങ്കിലും, ലലാമം തൊടുകുറി ഭൂഷണത്തിനർത്ഥം. അഖില ലോകപാലന്മാർക്ക് ലലാമമായിരിക്കുന്നെങ്കിലും വിലക്ഷണൈഹി സാധാരണ കാണാത്ത, ലക്ഷണം അല്ലാത്ത,
അവലക്ഷണം അവലക്ഷണം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നവരാണ് വിലക്ഷണൈ. ജഡവത് ജഡനെ പോലെ, ജഡനല്ല ജഡനെ പോലെ. അവധൂത വേഷ ഭാഷ ആചരിതേ. ജഡനെ പോലെ അവധൂത വേഷം, സംസ്കാരമല്ലാത്ത വേഷം, അതേപോലെ ഭാഷ, ആചരണങ്ങൾ എന്നിവ കൊണ്ട് വിലക്ഷിത ഭഗവത് പ്രഭാവം, എന്താണ്, ലക്ഷിതമാക്കപ്പെടാത്ത, പ്രകാശിപ്പിക്കപ്പെടാത്ത, കാണിക്കപ്പെടാത്ത ഭഗവത് പ്രഭാവത്തോടു കൂടിയവനായിട്ട് അഖില ലോകപാല ലലാമനാണ് എങ്കിൽ പോലും ഈ വിലക്ഷണാദികളെ കൊണ്ട് അസാധാരണങ്ങളായ ജഡനെ പോലെ ഇരിക്കുക, അവധൂതനെ പോലെയുള്ള വേഷം, ഭാഷ, ആചാരം, ഇതൊക്കെ കൊണ്ട് വിലക്ഷിത ഭഗവത് പ്രഭാവം, ഭഗവാന്റെ പ്രഭാവത്തെ കണ്ടെത്തിയവനായിട്ട് യോഗിനാം സാമ്പരായ വിധി അനുശിക്ഷയൻ. യോഗികളുടെ സാമ്പരായ വിധി, സമ്പരായത്തെ സംബന്ധിക്കുന്ന വിധി, ശരീരം ഉപേക്ഷിക്കുന്ന വിധിയാണ് സാമ്പരായ വിധി. യോഗികൾ ശരീരം ഉപേക്ഷിക്കുന്ന വിധി, സാമ്പരായന്മാർ, പരേതന്മാർ എന്നൊക്കെ പറയുന്നത് പോലെ യോഗികളിലെ ശരീരത്തെ ഉപേക്ഷിക്കുന്ന വിധിയെ വിധിം അനുശിക്ഷയൻ, അത് പഠിച്ചുകൊണ്ട് അഭ്യസിപ്പിച്ചുകൊണ്ട് സ്വകളേവരം ജിഹാഫു, സ്വന്തം ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ജിഹാഫുഹു ഹാതുമിച്ചു, ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആത്മനി ആത്മാനം, തന്റെ ആത്മാവിൽ, തന്റെ തന്നെ ആത്മാവിനെ അന്വീക്ഷമാണ, ആത്മാനം ആത്മനി അസംവ്യവഹിതം, ഒരു മറവുമില്ലാതെ, യാതൊരു മറവുമില്ലാതെ തന്റെ ആത്മാവിനെ തന്റെ ഉള്ളിൽ, കാരണം മനസ്സ് അതിനെ മറയ്ക്കുന്ന ഉപകരണങ്ങളാണ്, അതുകൊണ്ട് മനസ്സിൽ നിന്നും അദ്ദേഹം പിന്തിരിഞ്ഞു വന്നപ്പോൾ ഈ ആത്മാവില് അവ്യവഹിതം, അനർത്ഥ അന്തരഭാവേന, അനർത്ഥങ്ങളായ മറ്റ് ഭാവങ്ങളെ കൊണ്ട് ഭാവേന അന്വീക്ഷമാണ, നിരന്തരം കാണുന്നവനായിട്ട്. ഇങ്ങനെ പുറപ്പെട്ടാൽ മറവില്ലാതിരിക്കുന്ന ആത്മാവിനെ നിരന്തരം കാണാനും ഉപരത അനുവൃത്തി, അതിൽ നിന്നും അസാധാരണമായ വൃത്തിയോടുകൂടി പിന്തിരിയാനും പറ്റും എന്ന് കരുതി ഉപരരാമ അതിനൊക്കെ വിരമിച്ചു പിന്തിരിഞ്ഞു. ലോകപാലന്മാരിൽ വെച്ച് പരമശ്രേഷ്ഠനാണെങ്കിലും ലോകത്തിൽ, കാരണം എന്താ, പ്രജാപതിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ, അതുകൊണ്ട് ലോകത്തിൽ നിന്നും വിലക്ഷണമായ ഭാഷ, രൂപം, ആകൃതി, വേഷം ഇതൊക്കെ ധരിച്ചു പോകുമ്പോൾ തന്നിരിക്കുന്ന ഈശ്വര പ്രഭാവത്തെ ഒരിക്കലും പുറത്ത് കാണിക്കാതെ യോഗികൾ കണ്ടുപിടിക്കേണ്ട മാർഗത്തെ അവർക്ക് ഉപദേശിക്കാനായിട്ട് തന്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. ആത്മാവിനെ കൂടാതെ മറ്റൊന്നുമില്ല എന്നുള്ള ദൃഢബുദ്ധി ഉറച്ചതുകൊണ്ട് സ്വന്തം ആത്മാവിനെ, ജീവാത്മാവിനെ പരമാത്മാവിൽ തന്നെ ലയിപ്പിച്ച് ശരീരത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും പരിപൂർണമായിട്ടും അതിൽ നിന്ന് വിരമിച്ചു. ശരീരത്തെക്കുറിച്ചുള്ള നേരത്തെ തന്നെ കുറച്ച് കുറഞ്ഞിരുന്നു, ഇപ്പൊ സമ്പൂർണ്ണമായിട്ടും തന്റെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു, ചേരുന്നുവെന്ന് സ്വയമേവ അനുഭവിച്ചറിഞ്ഞിട്ട് ഭൗതിക വൃത്തികളിൽ നിന്നും വിരരാമ വിരമിച്ചു. അഥൈവമഖില ലോകപാലെല്ലാമോപി വിലക്ഷണേ ചിടവദവധൂത വേഷഭാഷാചരിതേ അവിലക്ഷിത ഭഗവത് പ്രഭാവോ യോഗിന ആന്തരായ വിധിം അനുശിക്ഷയൻ സ്വകളേവരം വിഹാസോ ആത്മനി ആത്മാനം അസംവ്യവഹിതം അനർത്ഥ അന്തരഭാവേന അന്വീക്ഷമാണ് ഉപരത അനുവൃത്തിരുപരരാമാം. അഥൈവമഖില ലോകപാലലാമോപി വിലക്ഷണരഞ്ജിതപദ അവധൂത വേഷഭാഷാചരിതേ അവിലക്ഷിത ഭഗവത് പ്രഭാവോ യോഗിനാം സാമ്പരായ വിധിം അനുശിക്ഷയൻ സുകളേബരം വിഹാസോ ആത്മന്യാത്മാനം അസംവ്യവഹിതം
അനർത്ഥാന്തരഭാവേന വീക്ഷമാണം ഉപരിത അനുവൃത്തി ഉപരിതാമാം തസ്യ ഹവാ ഏവം മുക്തലിംഗസ്യ ഭഗവതഃ ഋഷഭസ്യാം യോഗമായാവാസനയാം ദേഹ ഇമാം ജഗതീം അഭിമാന ആഭാസേന സംക്രമമാണഃ പൊങ്ക വെങ്ക ഉദകാൻ ദക്ഷിണ കർണാടകാൻ എതിർച്ഛയാ ഉപഗതഃ പ്രകാചലൗ പവനി ആശ്വകൃത അശ്മകബള ഉന്മാദേവ മുക്തമൂർധജോ അസംവീത ഏവ വിചചാരം. ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുക ഋഷഭദേവൻ. ഭഗവാന്റെ ഒരു അവതാരമാണ്. ഇതുവരെ കണ്ട അവതാരം പോലെയല്ല. യോഗാവസ്ഥയിൽ എങ്ങനെ ഒരാൾക്ക് ഈ ലോകത്ത് കഴിഞ്ഞുകൂടാം എന്ന് കാണിച്ചിരുന്ന ഒരു യോഗാവതാരം. തസ്യഹാവ അവന്റെ ഇങ്ങനെ ആവട്ടെ. ഏവം മുക്തലിംഗസ്യ മോചിപ്പിക്കപ്പെട്ട ലിംഗം. ലിംഗദേഹ ബന്ധത്തിൽ നിന്നും മുക്തനായി. മുക്തലിംഗസ്യ 3 ദേഹമാണ്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം അല്ലെങ്കിൽ ലിംഗം. അങ്ങനെയുള്ള ആ ലിംഗശരീരത്തിൽ നിന്നും മുക്തനായിട്ട് മുക്തലിംഗസ്യ ഭഗവതഃ ഋഷഭസ്യ. കാരണം കാരണശരീരത്തിൽ നിന്ന് മുക്തി നേടിയാൽ പിന്നെ ജന്മം ഉണ്ടാവില്ല. കാരണശരീരം നിലനിൽക്കുന്നതുകൊണ്ടാണ് ജന്മാന്തരങ്ങൾ വാസനയിലൂടെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹം വിട്ടുകളഞ്ഞു. അതിനൊക്കെ മുക്തനായി. ഭഗവതഃ ഋഷഭസ്യ ആ ഋഷഭദേവന്റെ യോഗമായ വാസന കൊണ്ട് ദേഹം ഇമാം ജഗതീം അഭിമാന ആഭാസേന. അഭിമാനത്തിന്റെ ഒരു പ്രതീതി, ഒരു പ്രതിച്ഛായയാൽ ജഗതീം ഭൂമിയെ, ഇമാം ഭൂമി ഈ ഭൂമിയെ ജഗതീം സംക്രമമാണ സഞ്ചരിച്ചു കൊണ്ട്. സംക്രമണം ചെയ്യുക, സഞ്ചരിക്കുക. അങ്ങനെ ഇപ്പൊ സഞ്ചരിക്കുമ്പോൾ എന്താണ് തന്റെ അവസ്ഥ? ഈ ഇനിയും വേണ്ടത് ഈ ലോകം ഉപേക്ഷിക്കണം. ബാക്കിയെല്ലാം ഉപേക്ഷിക്കും. ഈ ലോകത്തെ ജീവിക്കാണ്. അതും കൂടി എന്ത് ചെയ്യണം? അഭിമാന ആഭാസമാണ് ഇത്. കാരണം താൻ ഈ ലോകത്തെ ഒരാളാണെന്ന് അഭിമാനം ഇല്ല. പക്ഷെ താനാണ് ജീവിക്കുന്നല്ലോ. അതൊരു ആഭാസ രൂപത്തിലാണ്. അതിന്റെ പ്രതിച്ഛായ പോലെ താനിങ്ങനെ നീങ്ങിപ്പോകുന്നു മാത്രമേ ഉള്ളൂ. തനിക്കൊന്നും അറിയില്ല. അങ്ങനെ ചുറ്റിക്കറങ്ങി പൊങ്ക വെങ്ക കുടകാൻ, പൊങ്കദേശത്ത്, വെങ്കദേശത്ത്, കുടകദേശം എന്നീ രാജ്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി. നോക്കി എത്ര സ്ഥലത്താ പോയത്? ദക്ഷിണ കർണാടക. ഇതൊക്കെ ദക്ഷിണ കർണാടകത്തിലുള്ള സ്ഥലങ്ങളാണ്. ഈ കൊങ്കവും ബംഗവും ഒക്കെ ദക്ഷിണ കർണാടകത്തിലെ സ്ഥലം. അവിടെ ഇദ്ദേഹം കറങ്ങിത്തിരി. ആര്? ഋഷഭദേവൻ. എന്നിട്ട് ദക്ഷിണ കർണാടകാൻ എതിർച്ഛയാ ഉപഗത, യാദൃശികമായിട്ടും എത്തിച്ചേർന്ന് കുടകാചല ഉപവനെ, കുടകാചലത്തിന്റെ ഉപവനത്തിൽ. കുടകാചലം നമുക്കിപ്പോ അറിയാം. മൂകാംബിക അടുത്തുള്ള ആ ഒരു വലിയ കുന്നിന്റെ പേരാണ് കുടകാചലം. അവിടെ അതിന്റെ ഉപവനം ചുറ്റുമുള്ള ഒരു വനപ്രദേശത്ത് എത്തിയിട്ട് ആസ്യകൃത അശ്മകവള, അവിടുന്ന് കല്ല് പറക്കി വായിക്കകത്ത് തിരികെ കയറ്റി. എന്താണ്? നീ ആരോടും മിണ്ടാതിരിക്കാൻ. വാ നിറച്ച് കല്ലാണ്. ആസ്യകൃത അശ്മകബള, ആസ്യത്തിൽ മുഖത്ത് കൃതം ചെയ്യപ്പെട്ട അശ്മ കല്ല്, കബളം ഉരുള പോലെ. ഉരുള പോലെയുള്ള ചെറിയ കല്ലുരുളകൾ വായിക്കകത്ത് നിറച്ചു വെച്ചുകൊണ്ട് ഉന്മാദൈവ, ഒരു ഭ്രാന്തനെ പോലെ, മുക്തമൂർധജ, മുടിയൊക്കെ ഇങ്ങനെ അയച്ചിട്ട് ചിന്നിച്ചു ധരിക്കിടുന്നുകൊണ്ട്, അസംവീതേവ, ഒരു വസ്ത്രവും ഉടുക്കാതെ, വിചചാര ആ ദക്ഷിണ കർണാടകത്തിൽ കൂടി അങ്ങനെ സഞ്ചരിച്ചു. എത്രയൊക്കെ തരത്തിലാണ്. നേരത്തെ പെരുമ്പാമ്പ്, മൃഗങ്ങൾ, കാകം, പശു, ഇവയുടെയൊക്കെ
രീതിയെ അനുകരിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ വിട്ടു. അങ്ങനെ ഓരോന്ന് വിട്ടുവിട്ട് ഇപ്പൊ ഇതാ അവസാനം ഒരു വസ്ത്രവും ഇല്ല, വായിൽ നിറച്ച് കല്ല്, മുടിയൊക്കെ അഴിച്ചിട്ട് ദക്ഷിണ കർണാടകത്തിന്റെ പല ഭാഗങ്ങളിലും കുടകാചലത്തിന്റെ താഴ്വരയിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നടന്ന് അദ്ദേഹം ഇതിനു വേണ്ടിയാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. ശരീരവും ഈ ലോകവും ഉപേക്ഷിക്കും. ശരീരം എന്നത് നമ്മളെപ്പോലെ ഭൗതികമായ ശരീരമല്ല, സ്ഥൂലമല്ല, സൂക്ഷ്മമല്ല, കാരണവുമല്ല. ഇതെല്ലാം തസ്യ ഹവായേവം മുക്തലിംഗസ്യ ഭഗവത ക്ഷഭവ്യ യോഗമായ വാസനയ ദേഹ ഇമാം ജഗതീം അഭിമാന അഭാഫേന സംക്രമമാണ് കൊങ്ക വെങ്ക കുടകൻ ദക്ഷിണ കർണാടകൻ യദക്ഷയാ ഉപഗത കുടകാചരൗപവനെ ആശ്രികദാശ്മകബള ഉന്മാദേവ മുക്തമൂർധയോ അസംവീതേവ വിചചാര തസ്യ ഹവാ ഏവം മുക്തലിംഗസ്യ ഭഗവത ക്ഷഭസ്യ യോഗമായാവാസനയ ദേഹ ഇമാം ജഗതി അഭിമാനാഭാസേന ചക്രമമാണഃ കൊങ്ക വെങ്ക കുടക ദക്ഷിണ കർണാടക യദക്ഷയോപഗത കുടകാചരോപവനെ ആശ്രികദാശ്മകബള ഉന്മാദേവ മുക്തമൂർധയോ അസംവീതേവ വിചചാര അഥ സമീരവേഗ വിധൂത വേണുവികർഷണ ജാതോഗ്രദാവാനലത്തദ്വനം ആലേലിഖാന ഫഹതേന ദദാഹ. അഥ അനന്തരം സമീരവേഗം, കാറ്റിന്റെ വേഗത. സമീരൻ കാറ്റ്, അതിഭയങ്കരമായി കാറ്റടിച്ചിട്ട് വിധൂത വേണു മുളകൾ തമ്മിൽ കൂട്ടിയത്. വേണുമുള വിധൂതം ചെയ്യാൻ കൂട്ടിവരിക. വികർഷണം, അതിന്റെ വികർഷണം കൊണ്ട്, ഒരയ്ക്കൽ കൊണ്ട് ജാതോ ഉഗ്രതാവാനല ഉണ്ടായ കൊടും കാട്ടുതീ. കാട്ടുതീ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കഷ്ടമല്ല. നല്ല കാറ്റ് വരുമ്പോൾ മുളങ്കമ്പുകൾ തമ്മിൽ കൂട്ടിയെറിഞ്ഞ് എന്തുണ്ടാകും? ദാവാഗ്നി ഉണ്ടാകും. കാട്ടിലുണ്ടാകുന്ന അഗ്നിയാണ് ദാവാഗ്നി. ദാവാനല അഥ സമീരവേഗ വിധൂത വേണു വികർഷണജാത ഉഗ്ര ദാവാനല. അതിഭയങ്കരമായ കാട്ടുതീയൽ തദ്വനം ആലേലിഹാന, ആ വനത്തെ മുഴുവൻ നക്കി തിന്നു. കാറ്റിന്റെ തീജ്വാലകൾ നക്കി 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 വന്ന് ആ വനം മുഴുവൻ തന്റെ ഉള്ളിലാക്കി ഫഹതേന ദദാഹ, ആ കാടിനോടൊപ്പം ദേഹവും ദഹിച്ചുപോയി. ഇത് ഭംഗിയായിട്ട ഈ യോഗീശ്വരന്റെ അന്തിമ സമാധിയെ കുറിച്ച് പറഞ്ഞിരിക്കുക. തേന ഫഹ ദദാഹ, ആ കാടിനോടൊപ്പം ഋഷഭദേവനും ദഹിച്ചു. ദദാഹ, കാട്ടിലുള്ള എല്ലാം എരിഞ്ഞുപോയി. അതുകൊണ്ടാണ് ആ ഉഗ്രമായ കാറ്റ്, ഉഗ്രമായ തീയ് വനത്തെ മുഴുവനും നക്കി അകത്തേക്കാക്കി. ഇനിയൊന്നും പുറത്തില്ലാത്ത. പിന്നെ വായിൽ കല്ല് തിരികെ നടക്കുന്ന ഋഷഭദേവനും ഒരു മരം എരിയുന്നത് പോലെ, ഒരു വൃക്ഷം എരിയുന്നത് പോലെ അവിടെ നിന്ന് എരിഞ്ഞ് അസ്തമിച്ചു. ആ ശരീരം തിരിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ ശരീര പരിത്യാഗത്തെ ഭഗവൻ വിസ്തരിച്ചു കഴിഞ്ഞത്. അഥ സമീരവേഗ വിധൂത വേണു വികർഷണജാത ഉഗ്രദാവാനല തദ്വനമാലേലിഖാന ഫഹതേന. അഥ സമീരവേഗ വിധൂത വേണു വികർഷണജാത ഉഗ്രദാവാനല തദ്വനം ആലേലിഖാന ഫഹതേന ദദാഹ. ഋഷഭദേവൻ തന്റെ യോഗത്തിൽ സമാധിയായി തീർന്നിരുന്നു. ആ ശരീരം ദഹിച്ചുപോയി എന്ന് ആ ഋഷഭദേവന്റെ കഥാന്ത്യത്തെ ആദ്യം ഉപദേശം മുതൽ കണ്ട ഋഷഭദേവനാണ്. നോക്കൂ, മക്കളെ വിളിച്ച് ഉപദേശിച്ച അദ്ദേഹം എങ്ങനെയാണ് ഒരാളുടെ അന്ത്യം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് ഇദ്ദേഹം ഇത്രയും സൽക്രമം ചെയ്ത ഒരാള് എന്തിനിത്ര കിടന്ന് കഷ്ടപ്പെടുന്നു? ഈ ദേഹം ഉപേക്ഷിക്കാൻ, ഈ ശ്വാസം ജീവനെന്ന് പോകാൻ പാടുപെട്ട് അന്ന് അദ്ദേഹത്തിന് ഐസിയുവും അതുപോലെ വെന്റിലേറ്ററും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു?
കാട്ടിൽ കൂടി നടന്ന് സഞ്ചരിച്ചാണ് ഇതൊക്കെ അനുഭവിച്ചത്. ഇന്ന് നമുക്ക് നല്ല പുതിയ സംവിധാനം ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ കയറി കിടന്ന് മാസങ്ങളോളം കിടന്ന് ഇതൊക്കെ അനുഭവിച്ചു തീർത്ത് ശരീരം ഉപേക്ഷിച്ചു. എന്തു മാറ്റമാണ് അന്നും ഇന്നും തമ്മിൽ ഉണ്ടായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനാണ് നമുക്ക് എന്റെ അത്ഭുതം മനസ്സിലാക്കാൻ പറ്റുക. യക്ഷികിലാനുചരിതം ആശ്രമാതീതമുപാകന്യാം പങ്ക വെങ്ക കുടകാനാം രാജാർഹന്നാമ ഉപശിക്ഷ്യ കുലാവധർമ്മ ഉത്പുഷ്യമാനേ ഭവിതദ്യേന വിമോഹിത സ്വധർമ്മപഥം അകുതോ ഭയമപഹായ കുപഥം പാഷണ്ഡഫമഞ്ജഫം നിജമനീഷയ മന്ദ സംപ്രവർത്തയിഷ്യതേ. യക്ഷിക്കില അനുചരിത. യാതൊരു മഹായോഗിയായ ഋഷഭദേവന്റെ ചരിതം ആശ്രമാതീതം, ആശ്രമങ്ങളെ അതിക്രമിക്കുന്ന ഇദ്ദേഹത്തിന്റെ ചരിതം. സാറേ അവിടെ ഒരു തിരുത്തണം. യക്ഷികിലാൻ ചരിതം ഉപാകരണയെന്നാണ് നിങ്ങളുടെ പുസ്തകം. യക്ഷികില അനുചരിതം ഉപാകരണ ആശ്രമാതീതം ഉപാകരണ. ഒരാശ്രം അത് ചേർക്കണം അപ്പൊ അല്ലേ? ഉപാകരണ വേണം. ആശ്രമാതീതം എന്നൊരു വാക്കില്ലേ? ഇല്ല ഇല്ല, എന്റെ പുസ്തകത്തിലില്ല സാറേ. അപ്പറേ കാണുകയില്ലേ? അടുത്ത വരി ഇല്ല സാറേ, അത് അന്ന് സാറുടെ ഇല്ല. അത് ശരി. കാരണം ഈ അനുചരിതം ആശ്രമാതീതമാണ് എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമങ്ങൾക്ക് അപ്പുറത്താണ്. ഒരു ബ്രഹ്മചാരി ഇങ്ങനെ നടക്കില്ല, ഒരു ഗൃഹസ്ഥൻ ഇങ്ങനെ നടക്കത്തില്ല, ഒരു വാനപ്രസ്ഥൻ നടക്കത്തില്ല, ഒരു സന്യാസി ഇങ്ങനെ നടക്കത്തില്ല, ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ പോവില്ല, ക്ഷത്രിയൻ ഇങ്ങനെ പോവില്ല, വൈശ്യൻ പോവില്ല, ശൂദ്രൻ പോവില്ല. അപ്പം ഈ വർണ്ണാശ്രമങ്ങളെ അതിക്രമിച്ച ഒരു ജീവിതചര്യയാണ് ഇദ്ദേഹം കാണിച്ചു കൊടുത്തത്. ആരെ? ഋഷഭദേവൻ. ഒരു വർണ്ണികൾക്കും ഇങ്ങനെ ജീവിതചര്യ പറഞ്ഞിട്ടില്ല. സന്യാസിമാർക്കില്ല, വാനപ്രസ്ഥനില്ല, ഗൃഹസ്ഥനില്ല, ബ്രഹ്മചാരിക്കില്ല. അതുകൊണ്ടാണ് ആശ്രമാതീതം, ആ വരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആശ്രമാതീതം എന്നുള്ള വാക്ക്. ഈ ഋഷഭരാജാവ് സന്യാസിക്കും മേലെ അവധൂതൻ. അതെ, അതിന്റെ അപ്പുറത്ത് പോയി, അവധൂതിലേക്ക് അപ്പുറം പോയി. അത് തൃതീയ സ്കന്ധം തുടങ്ങുമ്പോ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവധൂതൻ എന്താണെന്ന് ലോകത്തിന് കാണിക്കാൻ ഋഷഭനായി അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ആദ്യം പറഞ്ഞതാണ്. പറഞ്ഞിട്ടാണ് പിന്നെ വർണ്ണിച്ചത്. നമ്മളതെല്ലാം മറന്നു പോകുന്നു. അതെ അതെ. കാരണം അവധൂത വൃത്തി സന്യാസവൃത്തിയുടെ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടാൽ സാധാരണ ജനങ്ങൾക്ക് അനുകരിക്കാൻ പറ്റും. എന്താണ്? ഇദ്ദേഹത്തെ പോലെ വസ്ത്രം എടുക്കാതെ നടക്കുക, എന്താണ് വേഷഭൂഷകളൊന്നും ഇല്ലാതിരിക്കുക, കുളിക്കാതിരിക്കുക, നനയ്ക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുക, മുടി നീട്ടി വളർത്തുക, അല്ലേ? എന്നിങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് അപശകുനം എന്ന് തോന്നുന്നത് അതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ ചെയ്തേ, ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് വരുന്നവർ ചിന്തിക്കാതെയാണ്. അങ്ങനെ ചിന്തിച്ച ഒരാളുടെ കഥ പറയാൻ പറഞ്ഞതാണ്. യക്ഷികില അനുചരിതം ആശ്രമാതീതം ഉപാകന്യ കേട്ടിട്ട് പൊങ്ക വെങ്ക കുടകാനാം, പൊങ്കദേശത്തും വെങ്കദേശത്തും കുടകദേശത്തുമുള്ള ദേശക്കാരുടെ രാജ അർഹൻ നാമ ഉപശിക്ഷ. അർഹൻ എന്ന രാജാവ് ഈ 3 ദേശത്തുള്ള അദ്ദേഹം ഉപശിക്ഷ പഠിപ്പിച്ചിട്ട് കലാവധർമ്മ ഉത്കൃഷ്യമാണേ ഭവിതവ്യേന. കലവും അധർമ്മ ഉത്കൃഷ്യമാണ്. കലയിൽ അധർമ്മം ഉത്കൃഷ്യമാണമായപ്പോൾ ഭവിതവ്യേന വിമോഹിത, ഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് മോഹിതനായിട്ട് സ്വധർമ്മപഥം അകുതോഭയം അപഹായ, സ്വധർമ്മമൊക്കെ വിട്ടിട്ട് ഉപഥത്തിൽ കൂടി സഞ്ചരിച്ച്
പാഷണ്ഡനായിട്ട് അസമഞ്ജസം നിജ മനീഷയ അന്തഃസംപ്രവർത്തവിഷ്യ. ആ രാജാവ് എന്താണ് പാഖണ്ഡവൃത്തി സ്വീകരിച്ച് വേദമില്ല ഈശ്വരനില്ല എന്നൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആ ലോകരെയൊക്കെ പഠിപ്പിച്ച് സഞ്ചരിച്ചു പോയി എന്ന്. ആര്? അർഹൻ എന്ന് പേരുള്ള രാജാവ്. ഇത് കണ്ടിട്ട് ഇനി അതിന് ബാക്കി വരുന്നുണ്ട്. എന്റെ സമയം എന്നെ കാണാൻ രണ്ടുപേരുള്ള വാതിൽ വന്നു. പിന്നെ പറഞ്ഞിട്ട് ഉപസംഹരിക്കട്ടെ. ആയിക്കോട്ടെ സാറേ. എന്നാ ബാക്കി നമുക്ക് നടത്താം. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്തേ സർ. നമസ്തേ.